ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കല്യാണത്തലേന്നാണ്. കല്യാണത്തിന് കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമ്മുടെ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല സുഖമായി കേട്ടോ. കല്യാണത്തലേന്നായിട്ടും പണിക്കാരൊന്നും പോയിട്ടില്ല അതിന്. അപ്പോൾ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ എളോമയും നബീസ് എല്ലാവരും ഭയങ്കര കുക്കിങ്ങിലാണ്. പിന്നെ നമ്മൾ എല്ലായിടത്തിലും പോയി ഒരു വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ അതാ മുകളിലൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. കുട്ടികൾ വൻ കളിയിലാണ്. തകൃതിയായിട്ട് പ്രശ്നങ്ങളും കളികളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതാ എല്ലാവരോടും വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാവരും നോക്കുകയാണ്. ഹായ് ഹലോ പറയുന്നുണ്ട് എല്ലാവരും. തലേന്ന് നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർഷിക്ക് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോകണം. നാളെ ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ ഇന്നേ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊച്ചു വന്നിട്ടുണ്ട്. യാസി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. നമ്മളൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ റൂം നമ്മുടെ ടീംസ് കയ്യേറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും പിന്നെ എന്നെ നോക്കാൻ കിട്ടുന്ന ഓരോ നിമിഷം പോലും പയാക്കാറില്ല. അപ്പോൾ എല്ലാവരും ഹൈ ഹലോ പറയുന്നുണ്ട്. പിന്നെ അത് കുഞ്ഞാവ് പണിയെടുത്ത് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാവ ക്ഷീണിതനാണെന്നൊക്കെ. അപ്പോൾ അതാ എല്ലാവരും സെറ്റായി ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മൾ ആരൊക്കെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവസാനം നമ്മൾ എല്ലാവരും പോയേക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ മൈലാഞ്ചി ഇടണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ പോയി വന്നിട്ട് ഇട്ടാലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അർഷിക്ക് കൊണ്ടുപോയുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, മറന്നു പോയിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും പോകാൻ നല്ല മഴ കേട്ടോ, പിടുത്തം വിട്ട മഴ. കല്യാണത്തിന് മഴ പെയ്യത്തിന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും മഴ നല്ലോണം പെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും റോഡുമ്മലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കാറുണ്ട്, വേണേൽ ഞാൻ ഡ്രൈവറാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ആരും അത് ചെവി കൊള്ളുന്നില്ല ഗൈസ്, എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ 3 വണ്ടിയിലായിട്ടാണ് പോകുന്നത്, എല്ലാവരും ഉണ്ട്. പിന്നെ കാറിൽ വൈബ് വരുത്താൻ നമ്മൾ പാട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാട്ട് വെക്കുമ്പോഴും അത് ശരിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പാട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അർഷിൻ്റെ വീട്ടിലെത്തുന്നവരെ പാട്ട് മാറ്റിക്കൊണ്ടിരിക്കും, അല്ലാണ്ട് ഒന്നും കാര്യം നടക്കില്ല. അങ്ങനെ നമ്മൾ അർഷിൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ മോളും കലാനയൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെ കൂടെ ഒപ്പന പാടാൻ വിചാരിച്ച് സ്റ്റേജിൽ കയറാൻ നോക്കുകയാണ്. അർഷിൻ്റെ വീട്ടിൽ കുറച്ചുകൂടി വലിയ കല്യാണം കേട്ടോ, എല്ലാവരും ഉണ്ട്. നമ്മളെ വീട്ടിൽ നിക്കാഹ് വലുതായത് കൊണ്ട് കല്യാണം ചെറുതായിട്ടാണ് നടത്തിയിട്ടുണ്ട്. ആരുമില്ല, നമ്മുടെ അടുത്ത ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്യാണ വൈബ് കിട്ടി ശരിക്കും പറഞ്ഞാൽ അർഷിൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ്. അപ്പോൾ നമ്മളിതാ എത്തിയപാടെ സ്റ്റേജിൽ കയറി പാട്ട് ഒപ്പനയൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി നമ്മുടെ അങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ കുറച്ച് അർഷിനോടൊക്കെ കഥ പറഞ്ഞ് പിന്നെ അവിടെ ഉള്ളവരൊക്കെ പരിചയപ്പെട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് റയാൻ അർഷിൻ്റെ അടുത്തേ ഇരിക്കുന്നു പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ചു പോയി.